പലപ്പോഴായിട്ട് പരാജയപ്പെട്ടു പോയിട്ടുള്ള ഹണി ബീ ട്രാപ്പ് നമ്മൾ ഇന്ന് വീണ്ടും പരിശോധിക്കുകയാണ്. അപ്പോൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ചെക്ക് ചെയ്ത് വെച്ച് അത് വീണ്ടും ലെവലാക്കിയതായിരുന്നു. അതിൻ്റെ ലീക്കേജ് ബീസ് വേറെ വഴി കൂടെ ഇറങ്ങി പോകണം, അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് മൊത്തം പൊളിക്കാൻ പോവുകയാണ്. ഈ ഒരു രീതിയിൽ ഈ കൂട് മുമ്പോട്ട് പോയാൽ ശരിയാവില്ല, കാരണം അത് വിജയിക്കില്ല. അല്ലെങ്കിൽ നമുക്കതൊന്ന് പൊളിച്ച് അതിനുള്ളിൽ എന്താണെന്ന് ആദ്യം പരിശോധിക്കാം. ഇപ്പോഴത്തെ ഈ ട്രാപ്പ് പരാജയപ്പെട്ടതുകൊണ്ടാണ് നമ്മളിത് പൊളിച്ച് മാറ്റുന്നത്. പൊളിച്ചിട്ട് നമ്മൾ പുതിയ അത് മൊത്തത്തിലൊന്ന് പറിച്ച് അതിനകത്തുള്ള തേനുണ്ടോ പൂമ്പൊടിയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ എടുക്കാൻ പോകണം. അതൊരു നമ്മൾ കാണിച്ചു തരാം അതെങ്ങനെ എടുക്കാൻ ശ്രമിക്കുന്നത്. അത് സാധിച്ചില്ലെങ്കിൽ നമ്മളതിനെ വീണ്ടും മറ്റൊരു രീതിയിൽ ട്രാപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം നിന്ന് എല്ലാം കുത്തി ഇളക്കി കളയുകയാണ്. മൊത്തത്തിലെല്ലാം കുത്തി ഇളക്കി അതിനകത്തെ മണ്ണ് വെച്ചടിച്ചതൊക്കെ നമ്മൾ മാറ്റിയിട്ട്, അപ്പോൾ അത് നല്ലോണം മെഴുക് വെച്ചിട്ടാണ് ആ GI പൈപ്പിൻ്റെ വശം അവരടിച്ചിട്ടുണ്ട്. അവരുടെ മെഴുക് നമ്മൾ കുത്തി മാറ്റണം, ഇളക്കി മാറ്റുകയാണ്. കാരണം അവരുടെ മെഴുക് വെച്ചുകൊണ്ട് മണ്ണ് വെച്ചതുകൊണ്ടാവണം ഒരുപക്ഷെ നമ്മുടെ ഈ പദ്ധതി വിജയിക്കാതെ പോയത്. നമ്മളിനി അത് മാറ്റണം. അവരുടെ മെഴുക് അവർ ഈസിയായിട്ട് തുളച്ചിറങ്ങി വരും. അതുകൊണ്ടാണ് അത് ബീ വാക്സ് കൊണ്ട് നമുക്ക് ട്രാപ്പ് നിർമ്മിക്കാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ പരാജയ കാരണം. അതായത് നമ്മൾ ഇത് മൊത്തത്തിൽ പൊളിച്ചെടുക്കുകയാണ്. മൊത്തം പൊളിച്ചെടുത്തിട്ട് ഇതൊന്ന് വീണ്ടും കൺസ്ട്രക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതെല്ലാം പൊളിച്ചിട്ടുണ്ട്. പൊളിച്ച് നോക്കിയിട്ട് അതിനുള്ളിലുള്ള മെഴുകുകൾ മൊത്തം എടുത്ത് പുറത്തേക്ക് ഇടുക. ഇനി ആ മെഴുക് കൊണ്ട് മെഴുകിനെ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. എല്ലാം നമുക്കൊന്ന് സൈഡിലൊക്കെ കൂട്ടിച്ച് വെക്കാം, എന്നിട്ട് ആവശ്യം വരുമ്പോൾ എടുക്കാം. അതാണിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ബന്ധവസാക്കിയിട്ടാണ് ഞാനുള്ളത്, കാരണം നല്ലോണം ഈച്ച പറക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനുള്ളിൽ ഉള്ള എന്തുമാത്രം ആഴത്തിലാണ് അത് ഉള്ളത് എന്നുള്ളതാണ്. അതിനുള്ളിൽ ഇത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. പൂമ്പടിയും ഇല്ല, കിട്ടുന്നില്ല. അത് നമുക്ക് കോരിയെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മൾ ആ പദ്ധതി ഉപേക്ഷിച്ചു. അപ്പം നമ്മുടെ ഉദ്ദേശം ഇനി ഇതിനുള്ളിൽ ഒരു ട്രാപ്പ് നിർമ്മിക്കണം. അതായത് ഇപ്പോൾ ഈ മെഴുകെല്ലാം മാറ്റിയ സ്ഥിതിക്ക് നമുക്ക് അത് അടയ്ക്കണമെങ്കിൽ വേറൊരു പ്രോപ്പർട്ടീസ് വേണം. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് പ്ലാസ്റ്റിക് കൂട് വെച്ച് ആദ്യം അത് മറച്ചു, പിന്നീട് കാർഡ്ബോർഡ് വെച്ചിട്ട് അത് അടച്ചു. അതിനുശേഷം ഒരു പൈപ്പ്, അതായത് നമ്മുടെ വാട്ടർ ലെവൽ നോക്കുന്ന പൈപ്പ് ഉപയോഗിച്ച് വീണ്ടും കെണി വെച്ചു. അപ്പോൾ ഇതിനൊന്നും കാര്യമില്ല, കാരണം ഇനി നമുക്ക് അവിടെ മണ്ണ് വെച്ച് ഇനി അടയ്ക്കാം. ഇനി മണ്ണ് വെച്ച് അടച്ചാൽ മാത്രമേ ബീസിന് അത് ലീക്ക് ഉണ്ടാക്കാതെ, അതിൽ ഹോൾ ഉണ്ടാക്കാതെ ഇരിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇതും പരീക്ഷിക്കുകയാണ്. പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബീച്ച് അവിടെ കൂടെ ഇങ്ങനെ അതെല്ലാം മാറ്റിയിട്ട് നമ്മൾ ഇതിനെ മണ്ണ് വെച്ചിട്ട് നേരത്തെ കണ്ട ചെതൽപ്പുറ്റ് വെച്ചിട്ട് വീണ്ടും അടയ്ക്കുകയാണ്. ഇനി ചെതൽപ്പുറ്റ് വെച്ച് അടയ്ക്കുന്നത് ജസ്റ്റ് ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടി മാത്രമാണ്. ആ കാർബോണിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും ഭേദിച്ചുകൊണ്ട് ഈച്ചകൾക്ക് ലീക്ക് ഉണ്ടാക്കി പുറത്തേക്ക് ചാടാൻ കഴിയില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളവിടെ മണ്ണ് വെച്ച് അടയ്ക്കുന്നത്. മണ്ണ് കൊണ്ട് പൂർണ്ണമായിട്ടും അടച്ച് കഴിഞ്ഞ് നമുക്ക് പരാജയപ്പെടാൻ കാരണം ബീ വാക്സിൻ്റെ മേലേക്കൂടെ മണ്ണ് വെച്ച് അടച്ചിട്ടുണ്ടാവാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇനി നമ്മളിത് മൊത്തത്തിൽ മണ്ണ് വെച്ച് അടച്ചിട്ട് അവിടെ സെറ്റ് ചെയ്ത് വെക്കാം. എന്തായാലും ഈ ഒരു വർഷത്തെ, അതായത് ഇത് കഴിഞ്ഞ ഫെബ്രുവരി ചെയ്തതാണ്. ഏകദേശം 8 മാസം കൊണ്ട് ഇത് പരാജയപ്പെട്ടു എന്നാണ്. വീണ്ടും ഇതിനകത്തൊരു 2-3 പരീക്ഷണം നമ്മൾ നടത്തി, എല്ലാം പരാജയപ്പെട്ടു. ഇനി ഇതൊരു മറ്റൊരു പരീക്ഷണമാണ് നമ്മൾ നടത്തുന്നത്. എന്തായാലും ഇതിൻ്റെ റിസൾട്ട് ഇനി ഉടൻ തന്നെ ഒരു 3-4 മാസം കഴിയും. എന്തായാലും ഇത് നമുക്ക് അടുത്ത ദിവസം ചെന്ന് നോക്കാം ഇതെങ്ങനെയാണ്, ഇത് ലീക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഇത് ഒരു 3-4 മാസം കഴിയുമ്പോൾ തുറന്ന് നോക്കി നമുക്ക് റിസൾട്ട് അനലൈസ് ചെയ്യാം. താങ്ക് യു.